എടാ 3Bയിലെ ക്ലാസ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നോ? ഓ വന്നു. എനിക്ക് എല്ലാത്തിനും A+ആ. ടിൻഡു നിന്റെ ക്ലാസ്സിലല്ലേ? എന്താ അവന്റെ സ്ഥിതി? അവന്റെ കാര്യം പോക്കാ. എല്ലാത്തിനും C ഗ്രേഡാ. പുള്ളി ഇപ്പൊ ഭയങ്കര സങ്കടത്തിലാണെന്ന് തോന്നുന്നു. സങ്കടമോ? എന്തായാലും മാർക്ക് കുറഞ്ഞത് ആലോചിച്ചിട്ടായിരിക്കില്ല, തീർച്ച. അതല്ലാതെ പിന്നെ എന്തിനാ? ഇന്ന് രാവിലെയും മരച്ചോട്ടിലിരുന്ന് കരയുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ. കരയാനോ? ടിൻഡുവോ? എന്നാൽ വേറെന്തെങ്കിലും കാരണമുണ്ടാകും. വേറെ എന്ത് കാരണം? അവന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും മരിച്ചോ? ആകെ ചാൻസ് ഉള്ളത് 90 കഴിഞ്ഞ അവന്റെ മുത്തശ്ശനാ. ഇന്ന് രാവിലെ വരെ അയാള് പയറുപോലെ ഇറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടതാ. പിന്നെ എന്താവും കാരണം? ഞാനന്ന് കണ്ടുവരട്ടെ. ടിൻഡു, എന്തു പറ്റിയടാ? ദീപു അത്ര മോഹിച്ചതാടാ, എല്ലാം പോയി. ഞാനിനി എന്ത് ചെയ്യും? എന്താ സംഭവം? പിരിഞ്ഞടാ, എനിക്ക് സഹിക്കാൻ വയ്യ. ഇനി ഞാൻ എന്ത് ചെയ്യും? എപ്പോ പിരിഞ്ഞു? ഇത്രയും പെട്ടെന്ന് പിരിയുന്നു ഞാൻ വിചാരിച്ചില്ല. നീ എങ്ങനെ അറിഞ്ഞു? നിന്റെ മുഖം കണ്ടപ്പോ മനസ്സിലായടാ. അല്ലേലും ഡുണ്ടുമോളെ സുഹൃത്താക്കാൻ കൊള്ളില്ല. ഡുണ്ടോ? നീ എന്തായി പറയുന്നത്? ഡുണ്ടുമോൾ പിരിഞ്ഞുപോയി എന്നാണ് ഞാൻ കരുതിയത്. എന്നാ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ പിരിയെന്ന് ഞാൻ കരുതിയില്ല. നീ എന്താ പറയുന്നത്? ആരാ പിരിഞ്ഞത്? പായസം ഉണ്ടാക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്ത പാൽ കവറിലെ പാലില്ലേ, മൊത്തം പിരിഞ്ഞുപോയി. ഞാനിതെങ്ങനെ സഹിക്കും? വന്ന കാര്യം പറയടോ. താനെന്താടോ മിഴിച്ചു നിൽക്കുന്നത്? ഒരുമാതിരി പൊട്ടൻ പിന്നാലെ കാണാൻ പോയ പോലെ. ഓ, അത് ബുദ്ധിജീവികൾക്ക് പോലും കണ്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ. വന്ന കാര്യം പറ. ചേട്ടന്റെ മോൾക്ക് ചെക്കനെ നോക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? 2-3 കലക്കൻ പ്രപ്പോസലും ആയിട്ടാ വന്നത്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പയ്യൻ ചുണക്കൂട്ടനായിരിക്കണം. എന്താടാ എന്ന് ചോദിച്ചാൽ ഞാൻ ആടാ എന്ന് പറയണം. ആദ്യത്തെ പയ്യൻ കൊച്ചിക്കാരനാ, പട്ടാളത്തിൽ കേണലാ. പട്ടാളത്തിൽ കേണലോ? ഓ, അവൻ അതിനൊക്കെ ആയോ? അത് സാറേ, അവന്റെ മുന്നിലെത്തിയാൽ ശത്രുക്കൾ കേണ് മാപ്പ് പറയും. ശത്രുക്കൾ ഇങ്ങനെ കേണ് അവന് കേണൽ എന്ന് പേര് കിട്ടിയതാ. പുള്ളി മേജറാ. മേജർ രവിയാണോ? അല്ലല്ല, മേജർ സുനി. എന്തു പേരാടാ ഇത്? കേട്ടിട്ട് തന്നെ ഒരു ഇതില്ല. പേരിൽ നിന്നിരിക്കുന്നു സാറേ. 2 ചൈനക്കാരിയായ പുള്ളി ഒറ്റക്കൊത്തിന് കുത്തി മലർത്തിയത്. ആണോ? ഗുഡ്. എനിക്കൊന്നേ പറയാനുള്ളൂ, പയ്യൻ ധൈര്യശാലി ആയിരിക്കണം. 1-2 തട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കക്ഷി ക്യാപ്റ്റൻ ഷൈജു. അവൻ ശത്രുപക്ഷത്തെ 5 പേരെയാ കൊന്നത്. ആ ശത്രു എന്നാൽ? പാകിസ്ഥാൻ അല്ലതാര്? ഖാദർ ഖാൻ, ജാഫർ ഖാൻ, ജബ്ബാർ ഖാൻ, അംജദ് ഖാൻ, തസ്നി ഖാൻ എന്നിങ്ങനെ 5 പേരെയാണ് ഷൈജു വെടിവെച്ചിട്ടത്. ഹോ, കേട്ടിട്ട് രോമാഞ്ചം വരുന്നു. അത് വിട്, ഷൈജുവിൻ്റെ അനിയനുണ്ട് ഒരുത്തൻ, ഷിബു. അവൻ ആരാ മോൻ അറിയോ? 10 പേരെയാ അവൻ ഒറ്റയ്ക്ക് കുത്തി കൊന്നത്. 10 പേരും പാകിസ്ഥാൻകാരാ? അല്ലല്ല, കൊച്ചിക്കാരാ. കൊച്ചിക്കാരോ? 10 പേരെ കൊന്നത് നേരാ. അവനാളെ കൊട്ടേഷനാ. എന്താ മോളെ കൊടുക്കണോ? ധൈര്യത്തിന് അവൻ ഒട്ടും കുറവല്ല.